പൊതുവെ എല്ലാവർക്കും ഈ റിസൾട്ട് വരുന്ന സമയത്തായിരിക്കും എല്ലാവരും നോക്കുക. കുറെ ആളുകൾ സ്റ്റാറ്റസ് ഒക്കെ വെക്കുമ്പോഴേക്കും എന്താണ് നെറ്റ്, ഒരാൾക്ക് കിട്ടി മറ്റൊരാൾക്ക് കിട്ടിയില്ല, ആ സമയത്താണ് എന്താണ് നെറ്റ് എന്നുള്ള സംഭവം നോക്കുക. ഇപ്പൊ ബേസിക്കലി നെറ്റ് എക്സാം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് UGC കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണിത്. യൂണിയൻ ഗവൺമെന്റ് ഒഫീഷ്യലി നടത്തുന്ന ഒരു എക്സാം തന്നെയാണത്. അപ്പോൾ ആ എക്സാം നടത്തുന്നത് ശരിക്കും ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യാനുള്ള യോഗ്യത നൽകുക എന്നാണ് ബേസിക്കലി UGC നെറ്റിന്റെ പർപ്പസ്. അപ്പൊ അധ്യാപനത്തിന് ബേസിക്കലി നെറ്റ് വേണം. ഇതല്ലാതെ എന്തെങ്കിലും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടോ? അതെ, അതിലേക്ക് വരാം. അതായത് നമുക്കിപ്പോ നെറ്റ് കിട്ടുന്ന ആളുകളിൽ തന്നെ 1% ആളുകൾക്ക് JRF കൊടുക്കും. JRF എന്നുള്ളത് ബേസിക്കലി ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. ഫുൾ ഫോം JRF, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ചില ആളുകൾ വിചാരിച്ചത് ഒറ്റയടിക്ക് JRF കിട്ടുമ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവും എന്നുള്ള. ശരിക്കും അങ്ങനല്ല. എന്താണ് ശരിക്കും ബേസിക്കലി ഇപ്പോ അതായത് നമുക്കിപ്പോ JRF കിട്ടിക്കഴിഞ്ഞ ഒരാള് 1 വർഷത്തിനുള്ളിൽ അയാൾ PhDക്ക് ജോയിൻ ചെയ്യണം. ഇപ്പൊ ശരിക്കും JRFന്റെ വാലിഡിറ്റി 3 വർഷത്തേക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ നിലനിൽക്കില്ല. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ വിശദമായിട്ട് തന്നെ പറയാം.